നമസ്കാരം. യമുനാ തീരത്തുള്ള നിഗംബോധ് ഘട്ടിലാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ മൃതദേഹം സംസ്കരിക്കാമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കുന്ന ആ സ്ഥലത്ത് തന്നെ സംസ്കാരം നടത്തണമെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ സ്മാരകം നിർമ്മിക്കുന്ന സ്ഥലമേതെന്ന് അടുത്ത ആഴ്ച അറിയിക്കാമെന്നാണ് കേന്ദ്രം അറിയിച്ചത്. കേന്ദ്രത്തിൻ്റെ ഈ നടപടിയിൽ കോൺഗ്രസ് കടുത്ത അതൃപ്തിയാണ് അറിയിച്ചത്. കോൺഗ്രസിൻ്റെ 2024 അവസാനത്തിലെ നിലപാട് ഇതാണെന്നിരിക്കെ പറയാതെ വയ്യ. മറവിയുടെ പടുകുഴിയിലേക്ക് 20 വർഷം മുമ്പ് മഹാനായ ഒരു കോൺഗ്രസ് നേതാവിനെ സോണിയാഗാന്ധി കൂട്ടരും മറവ് ചെയ്തതാണ്. ആ മനുഷ്യൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. എവിടെ സ്മാരകം, എവിടെ ഓർമ്മയ്ക്കായി ഒരു ശിലാഫലകമെങ്കിലും? അതിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോഴും ദുഃഖിതരാണ്. ഈ വർഷം നരേന്ദ്രമോദി സർക്കാർ പക്ഷേ നരസിംഹറാവു എന്ന ആ മുൻ പ്രധാനമന്ത്രിക്ക് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകിയാണ് ആദരിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിനെ BJP ഏറ്റെടുത്തതുപോലെ ഭാവിയിൽ നരസിംഹറാവുവിനെയും BJP ഏറ്റെടുത്തേക്കാനിടയുമുണ്ട്. അതിന് പിന്നിൽ ഒരു വലിയ ചരിത്ര സത്യമുണ്ട്, നടന്ന കാര്യങ്ങളുണ്ട്. 20 കൊല്ലം മുമ്പ് കോൺഗ്രസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായിരുന്ന PV നരസിംഹറാവുവിൻ്റെ മൃതദേഹത്തിന് AICC ആസ്ഥാനത്ത് വരെ പൊതുദർശനം നിഷേധിച്ചവർ ഇന്നിപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ അന്ത്യയാത്രയ്ക്ക് മുമ്പായി പാർട്ടി ഓഫീസിൽ പൊതുദർശനം ഒരുക്കിയിരിക്കുന്നു. അന്തരിച്ച മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരം രാവിലെ ഡൽഹി മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ നിന്നും 24 അക്ബർ റോഡിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് പൊതുദർശനത്തിനായി എത്തിക്കുകയും ചെയ്തു. അപ്പോൾ നരസിംഹറാവുവിൻ്റെ ആത്മാവ് എവിടെ നിന്നെങ്കിലും ഇതൊക്കെ നോക്കിക്കാണുകയായിരിക്കാം. ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ല് നിവർത്തി നേരെയാക്കിയ മൻമോഹൻ സിംഗിന് രാജ്യവും നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര സർക്കാരും അർഹിക്കുന്ന ആദരവ് തന്നെയാണ് നൽകിയത്. എന്നാൽ പറയാതെ വയ്യ, മൻമോഹൻ സിംഗിൻ്റെ രാഷ്ട്രീയ ഗുരുവായിരുന്ന നരസിംഹറാവുവിന് 20 വർഷം മുമ്പ് പാർട്ടി ആസ്ഥാനത്ത് ആദരം അർപ്പിക്കാനുള്ള അവസരം അണികൾക്ക് സോണിയാഗാന്ധി നിഷേധിച്ചത് ചരിത്രവും നന്ദികേടുമാണ്. റാവുവിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് അന്ന് ഗൺ കാരേജ് AICC ആസ്ഥാനത്തിന് മുന്നിലൂടെ കടന്നുപോയപ്പോൾ പാർട്ടി ആസ്ഥാനം അണികളോ ആരവമോ ഇല്ലാതെ അടഞ്ഞുകിടക്കുകയായിരുന്നു. റാവുവിൻ്റെ ശരീരം അകത്ത് കയറ്റാതിരിക്കാൻ ഗേറ്റ് താഴിട്ട് പൂട്ടിയ കടുത്ത നെറുകേടാണെന്ന് കോൺഗ്രസ് നേതൃത്വം കാട്ടിയത്. അതിലേക്ക് വരാൻ വിശദമായി. നരസിംഹറാവു മരിച്ചിട്ട് 20 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലൊരു ക്രിസ്മസ് കാലത്തായിരുന്നു 91 മുതൽ 96 വരെ ഇന്ത്യ ഭരിച്ച നരസിംഹറാവു വിട പറഞ്ഞത്. രാജ്യത്തിൻ്റെ 9ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന റാവു 2024 ഡിസംബർ 23 രാവിലെ 11 മണിക്ക് ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞു. അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി ഒപ്പമുള്ളവർ മുൻ പ്രധാനമന്ത്രിയുടെ മൃതദേഹത്തോട് കാട്ടിയ ക്രൂരതയും അവഗണനയും റാവുവിൻ്റെ ജീവചരിത്രകാരനായ വിനയ് സീതാപതി ഹാഫ് ലയൺ ഹൗ PV നരസിംഹറാവു ട്രാൻസ്ഫോർംഡ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. എയിംസ് ആശുപത്രിയിൽ നിര്യാതനായ റാവുവിൻ്റെ മൃതദേഹം 9th മോട്ടിലാൽ നെഹ്റു മാർഗിലെ ഔദ്യോഗിക വസതിയിലേക്ക് നേരിട്ടെത്തിച്ചു. മുൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ സർക്കാർ അനുവദിച്ച് നൽകിയ വീടാണത്. റാവുവിൻ്റെ ആത്മീയ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന ചന്ദ്രസ്വാമിയായിരുന്നു ആദ്യം എത്തിയത്. ആ വീട്ടിൽ റാവുവിൻ്റെ 8 ആൺമക്കളും 2 പെൺമക്കളും കൊച്ചുമക്കളും ഉണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ വീട്ടിലെത്തി മൂത്ത മകൻ രംഗറാവുവിനോട് മൃതദേഹം ഇവിടുന്ന് കൊണ്ടുപോയി ഹൈദരാബാദിൽ സംസ്കരിക്കുന്നതിന് ആവശ്യപ്പെട്ടു. എന്നാൽ പാട്ടീലിൻ്റെ നിർദ്ദേശത്തോട് രംഗറാവുവിന് യോജിപ്പില്ലായിരുന്നു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു എന്നുകൂടി ഓർക്കണം. ഇവർ തമ്മിൽ വലിയ തർക്കം നടന്നു. ഇതേ ആവശ്യം പാട്ടീൽ പിന്നീട് ഇളയ മകൻ പ്രഭാകരയോടും ആവർത്തിച്ചു. 3 പതിറ്റാണ്ടായി ഡൽഹി കർമ്മമണ്ഡലമാക്കി പ്രവർത്തിക്കുന്ന റാവുവിൻ്റെ മൃതദേഹം ഡൽഹിയിൽ തന്നെ സംസ്കരിക്കണമെന്ന്, മൃതദേഹം ഇവിടെ നിന്നും ഹൈദരാബാദിൽ കൊണ്ടുപോകരുതെന്നും മക്കളും കൊച്ചുമക്കളും ശഠിച്ചു. പക്ഷേ വേദനാജനകമെന്ന് പറയട്ടെ, കോൺഗ്രസ് നേതൃത്വം അത്തരമൊരു അന്ത്യയാത്ര അയപ്പ് ഡൽഹിയിൽ വേണ്ട എന്ന നിലപാടിലായിരുന്നു. സോണിയാഗാന്ധിയുടെ ദൂതുമായി മന്ത്രിയായിരുന്ന ഗുലാം നബി ആസാദും ഹൈദരാബാദിൽ സംസ്കാരം നടത്തുന്ന നിർദ്ദേശം ആവർത്തിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ പ്രഭാകരയ്ക്ക് ഹൈദരാബാദിൽ നിന്നും ആന്ധ്ര മുഖ്യമന്ത്രി YS രാജശേഖർ റെഡ്ഡിയുടെ ഒരു ഫോൺ കോൾ കിട്ടി. റാവുവും റെഡ്ഡിയും തമ്മിൽ ഒരു പാർട്ടിയാണെങ്കിലും അത്ര രസത്തിലായിരുന്നില്ല. ആ സംഭാഷണം ഇങ്ങനെയായിരുന്നു: മരണവാർത്ത അറിഞ്ഞു, ഞാൻ ഡൽഹിയിലേക്ക് വരുന്നുണ്ട്. ഹൈദരാബാദിൽ അദ്ദേഹത്തിന് ഗംഭീരമായ യാത്രയയപ്പ് നൽകാം. വൈകിട്ട് 6:30 മണിയോടെ സോണിയാഗാന്ധി റാവുവിൻ്റെ വസതിയിലെത്തി. തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും പ്രതിരോധ മന്ത്രി പ്രണബ് മുഖർജിയും എത്തി. സംസ്കാരം എങ്ങനെ വേണമെന്ന് മൻമോഹൻ സിംഗ് പ്രഭാകരോട് ചോദിച്ചപ്പോൾ ഇവരെല്ലാം സംസ്കാരം ഹൈദരാബാദിൽ നടത്തണമെന്ന് ശഠിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമി ഡൽഹിയാണ്. തങ്ങളുടെ മന്ത്രിസഭാ അംഗങ്ങളോട് ഇക്കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പ്രഭാകർ റാവു പ്രധാനമന്ത്രിയോട് പറഞ്ഞു. പക്ഷേ അനുകൂലമായ തലകുലിക്കുക മൻമോഹൻ സിംഗ് പക്ഷേ ഒന്ന് നിർത്തി. തൊട്ട് അടുത്ത് നിന്ന സോണിയാഗാന്ധി ചെവിയിലെന്തോ ചെറിയ ശബ്ദത്തിൽ പറയുന്നുണ്ടായിരുന്നു. വൈകിട്ടോടെ ആന്ധ്ര മുഖ്യമന്ത്രി YS രാജശേഖർ റെഡ്ഡി ഡൽഹിയിലെത്തിയതിലെ കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിച്ചതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. റാവുവിൻ്റെ സംസ്കാരം ഹൈദരാബാദിൽ നടത്താം, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് ഒരു സ്മാരകം പണിയാമെന്നൊക്കെ കുടുംബത്തിന് YSR ഉറപ്പ് നൽകി. പ്രധാനമന്ത്രി പദവി ഒഴിഞ്ഞ നരസിംഹറാവുവിനോട് സോണിയാഗാന്ധിയും പാർട്ടി നേതൃത്വവും എങ്ങനെയാണ് പെരുമാറിയതെന്ന് നല്ല ബോധമുണ്ടായിരുന്ന കുടുംബാംഗങ്ങൾ YSRൻ്റെ ആ വാഗ്ദാനങ്ങളിൽ വീണില്ല. അവർ മൻമോഹൻ സിംഗിനെ വസതിയിൽ പോയി കണ്ട് റാവുവിന് ഡൽഹിയിൽ ഒരു സ്മാരകം പണിയേണ്ടതിൻ്റെ ആവശ്യകത വീണ്ടും ഉന്നയിച്ചു. ഇക്കാര്യം നടപ്പാക്കാമെന്ന് മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രി അന്ന് ഉറപ്പ് നൽകി.
അന്ന് നടന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് പ്രഭാകർ റാവുവിനെ ഉദ്ധരിച്ചുകൊണ്ട് പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എൻ്റെ പിതാവിൻ്റെ സംസ്കാരം ഡൽഹിയിൽ നടത്തുന്നതിനോട് സോണിയാജിക്ക് താല്പര്യമില്ലെന്ന കാര്യം ഞങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ നരസിംഹറാവുവിന് ഒരു ദേശീയ നേതാവിൻ്റെ തലയെടുപ്പ് വേണ്ട എന്നാണ് സോണിയാഗാന്ധി അന്ന് നിലപാടെടുത്തത്. നെറുകെട്ട കളിയെല്ലാം പിറ്റേന്നാണ് നടന്നത്. രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ച മുൻ പ്രധാനമന്ത്രിയോട് സോണിയാഗാന്ധി തൻ്റെ ദേഷ്യം തീർത്തത് രാജ്യം പിന്നീട് നേരിട്ട് കണ്ടു. അതിക്രൂരമായ പകവീട്ടൽ. രാവിലെ 10 മണിയോടെ ജീവിതത്തിൻ്റെ നാനാതുറയിൽപ്പെട്ടവർ നരസിംഹറാവുവിന് അന്ത്യാഭിവാദം അർപ്പിച്ചു. കൃത്യം 11 മണിയോടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആർമി ഗൺ കാരേജ് മോട്ടിലാൽ നെഹ്റു മാർഗിലെ 9-ാം നമ്പർ ബസ്സിൽ നിന്നും പാലം എയർപോർട്ടിലേക്ക് ഹൈദരാബാദ് ലക്ഷ്യമാക്കി പുറപ്പെട്ടു. മുൻ നിശ്ചയപ്രകാരം കോൺഗ്രസ് ആസ്ഥാനമായ 24 അക്ബർ റോഡിന് മുന്നിലൂടെയാണ് റാവുവിൻ്റെ അന്ത്യയാത്ര കടന്നുപോയത്. പാർട്ടി ആസ്ഥാനം തൊട്ടടുത്താണ് സോണിയാഗാന്ധി താമസിക്കുന്ന നമ്പർ 10 ജൻപഥ്. ACC ആസ്ഥാനത്തിൻ്റെ പ്രവേശന ഗേറ്റ് അടഞ്ഞു കിടന്നു. ആളും ആരവും ഒന്നും കണ്ടില്ല. മരിച്ച നേതാവിനോട് ആദരസൂചകമായി മുദ്രാവാക്യം വിളിക്കുന്ന അണികളെയും കണ്ടില്ല. ഗൺ കാരേജ് മെല്ലെ പാർട്ടി ആസ്ഥാനത്തിന് മുന്നിൽ ഒന്ന് വേഗത കുറച്ചപ്പോൾ വലിയ താഴിട്ട് ഗേറ്റ് പൂട്ടിയിരിക്കുന്നു. അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റിയില്ല. കുറച്ച് നേതാക്കന്മാർ നിർവികാരരായി ഗേറ്റ് പുറത്തുണ്ടായിരുന്നു. സോണിയാഗാന്ധിയും കുറേ നേതാക്കളും ആദരസൂചകമായി അടഞ്ഞുകിടന്ന ഗേറ്റിന് മുന്നിലുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ പാരമ്പര്യമനുസരിച്ച് മുൻ പ്രധാനമന്ത്രിയോ പാർട്ടി അധ്യക്ഷനോ അന്തരിക്കുമ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്ത് സാധാരണ പ്രവർത്തകർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് അവസരം ഒരുക്കുമായിരുന്നു. റാവുവിൻ്റെ കുടുംബാംഗങ്ങൾ തങ്ങളുടെ പിതാവിന് ഈ പരിഗണന കൂടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നടന്നില്ല. തൻ്റെ നേതാവും വഴികാട്ടിയും രക്ഷകനുമായിരുന്ന നരസിംഹറാവുവിനോട് കോൺഗ്രസ് നേതൃത്വം കാട്ടിയ ആ നന്ദികേടിനോട് പ്രധാനമന്ത്രി നരസിംഹറാവുവിന് അതീവ ദുഃഖമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം നിസ്സഹായനായിരുന്നു. ഹൈദരാബാദിൽ നടന്ന സംസ്കാര ചടങ്ങിൽ സോണിയാഗാന്ധി പങ്കെടുത്തില്ല. മൻമോഹൻ സിംഗും മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും ഹൈദരാബാദിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഹൈദരാബാദിലെ ഹുസൈൻ സാഗർ തടാകത്തിനരികെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സംസ്കാര ചടങ്ങിൽ നടന്നു. മൂത്ത മകൻ രംഗറാവു ചിതയ്ക്ക് തീ കൊളുത്തി. നേതാക്കൾ മണികളും പിരിഞ്ഞുപോയി. അപ്പോഴും ചിത കത്തുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയോടെ ടെലിവിഷൻ ചാനലുകളിൽ ചില ദൃശ്യങ്ങൾ വന്നു. റാവുവിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾക്കിടയിൽ നായ്ക്കൾ വന്ന് കൂടുന്ന ആ ദൃശ്യം. അത്ര കണ്ട് ഒറ്റപ്പെട്ടുപോയി നരസിംഹറാവു തൻ്റെ മരണവേളയിലും. വിനയ് സീതാപതി അങ്ങനെയാണ് തൻ്റെ പുസ്തകത്തിൽ കുറിക്കുന്നത്. നരസിംഹറാവു മരിച്ചിട്ടിപ്പോൾ 20 വർഷം കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് നേതൃത്വം കുടുംബാംഗങ്ങളോട് വാഗ്ദാനം ചെയ്തതുപോലെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഹൈദരാബാദിലോ ഡൽഹിയിലോ ഒരു സ്മാരകവും ഉയർന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിർത്താൻ പാർട്ടി ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ ജനനമരണ ദിവസങ്ങൾ പാർട്ടി ആചരിക്കാറില്ല. മറവിയുടെ പടുകുഴിയിലേക്ക് ആ മഹാനായ കോൺഗ്രസ്സുകാരനെ സോണിയാഗാന്ധിയും കൂട്ടരും മറവ് ചെയ്തു. എന്നിട്ടെന്തായി? ഈ വർഷം നരേന്ദ്രമോദി സർക്കാർ നരസിംഹറാവുവിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകി ആദരിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിനെ BJP ഏറ്റെടുത്തതുപോലെ മറ്റൊരു ഏറ്റെടുക്കലും ഉടനുണ്ടാകും. രാജ്യത്തിൻ്റെ മഹാനായ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഭാവിയിൽ നരസിംഹറാവുവിനെയും BJP സർക്കാർ ഒരു സ്മാരകം നൽകി എവിടെയെങ്കിലും പ്രതിഷ്ഠിച്ചേക്കാം. എങ്കിലും സോണിയാഗാന്ധിയും കൂട്ടരും അന്ന് മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ നരസിംഹറാവുവിനോട് കാട്ടിയ ആ നികൃഷ്ടത, മൻമോഹൻ സിംഗ് ഇപ്പോൾ അന്ത്യയാത്രയാകുമ്പോൾ ഒരു സ്മാരകത്തിനായി സ്ഥലം അനുവദിച്ചിട്ട് അവിടെ മൻമോഹൻ സിംഗിനെ സംസ്കരിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ച് പ്രധാനമന്ത്രിയെ വരിച്ചെന്ന് കാണുമ്പോൾ ചരിത്രം ഒരിക്കലും മായ്ക്കപ്പെടില്ല. റാവുവിൻ്റെ ഈ ദയനീയ അവസ്ഥ എന്നും ഇന്ത്യൻ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലുണ്ടാകും.